ഹലോ നമസ്കാരം. എല്ലാവർക്കും ഇന്നൊരു പുതിയ അറിവുമായിട്ടാണ് ഞാൻ വരുന്നത്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഒത്തിരി നീന്തിയിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളങ്ങനെ നീന്തുന്നത് കുറവാണ്. എങ്കിലും നീന്താൻ അറിയാത്തവരെ ഇന്ന് നന്ദൂട്ട് നീന്താൻ പഠിപ്പിക്കുകയാണ്. ആദ്യം രണ്ട് കാലയിൽ മുട്ടിലും നിൽക്കും, രണ്ട് കൈയും ഫ്രണ്ടിലേക്ക് കുത്തി ഇങ്ങനെ നിൽക്കണം. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വള്ളും. അതൊന്നും വലിയ കാര്യമാക്കണ്ട. സ്ഥിരമായി നിന്ന് നമുക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം രണ്ട് കാൽമുട്ടിലും രണ്ട് കൈ കുത്തി മുന്നോട്ടും ഇങ്ങനെ നിൽക്കുക. ആന കളിക്കാനൊക്കെ നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കണം. എന്നിട്ട് പതുക്കെ മുന്നോട്ട് ആഞ്ഞ് നീന്താനായിട്ട് ശ്രമിക്കണം. ഒട്ടും അങ്ങോട്ട് നീന്താൻ പറ്റുന്നില്ലെങ്കിൽ നെഞ്ച് വെച്ചങ്ങ് ഇഴഞ്ഞാൽ മതി. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ എടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് നെഞ്ച് വെച്ച് ഇഴഞ്ഞും കറങ്ങിയും ഒക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ എളുപ്പം നേടിയെടുക്കാവുന്നതാണ്. നന്ദൂട്ടൻ അങ്ങനെയാണേ. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മുട്ടയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നെഞ്ച് വെച്ച് ഇഴഞ്ഞ് കറങ്ങാറുമുണ്ട്. ഇങ്ങനെയൊക്കെ കറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. എങ്കിലും നമ്മൾ പ്രാക്ടീസ് മുടക്കരുത്. മുട്ടയിലൊക്കെ ഇങ്ങനെ നിന്ന് പൊങ്ങുമ്പോൾ എന്തെങ്കിലും സാധനം കയ്യിൽ കിട്ടിയാൽ നമ്മൾ വായിൽ വെക്കരുത്. അതാണ് നന്ദൂട്ടൻ കാണിച്ചു തരുന്നത്. പിന്നെയും നമ്മുടെ പ്രാക്ടീസ് തുടരുന്നു. ഇങ്ങനെ മുട്ടയിലൊക്കെ നിൽക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞാഞ്ഞ് വരുമ്പോൾ നമ്മൾ പടോ എന്നും പറഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കരയേണ്ട കാര്യമില്ല. ആരും കണ്ടില്ല എന്ന് കരുതി പതുക്കെ നെഞ്ചയിലങ്ങ് ഇഴഞ്ഞാൽ മതി. പിന്നെയും വീഴുന്നത് ആരും കാണുന്നില്ല എന്ന് കരുതി തന്നെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് നീന്താൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നെഞ്ചയിലൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ നീങ്ങി മുന്നോട്ട് വരുമ്പോൾ മുന്നിൽ കാണുന്ന പായൊന്നും എടുത്ത് വായിൽ വെക്കരുത് എന്നാണ് നന്ദൂട്ടൻ കാണിച്ചു തരുന്നത്. അതൊന്നും നുള്ളി പറിക്കരുത്. ഇച്ചിച്ചി പിള്ളേരാണ് ഇതൊക്കെ വായി വെക്കുന്നത്. ഇങ്ങനൊന്നും ചെയ്യരുത് എന്നാണ് നന്ദൂട്ടൻ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ പിന്നെയും ഇങ്ങനെ ഡെയിലി ഒരു 8-10 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കൈവച്ചൊക്കെ ഒരു താളമൊക്കെ അടിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കാം. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി പിന്നെയും നീങ്ങാം. നീങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിരുന്നാലും രണ്ട് വലത് കാലിൻ്റെയും ഇടത് കാലിൻ്റെയും മുട്ടയിൽ പൊങ്ങി കൈ രണ്ടും മുന്നോട്ട് വെച്ച് പൊങ്ങി നിവർന്ന് നിന്ന് നമ്മൾ ആദ്യം ശ്വാസം എടുക്കുകയും വിടുകയും എടുക്കുകയും ഇടുകയും ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് ഒന്ന് കൂളായിട്ട് വേണം നമ്മൾ ഇഴയാനായിട്ട് ശ്രമിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പിന്നെയും പറയുവാണ്, ഇഴയുന്ന വഴിക്ക് നമ്മൾ പലതും കാണും. അതൊന്നും എടുത്ത് വായി വെക്കരുത്. പിന്നെ നമ്മുടെ ചിരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് പഠിക്കുക. അതിനൊക്കെ ഉപരി പ്രാക്ടീസ് മുടക്കാതെ എപ്പോഴും ഇങ്ങനെ നമ്മൾ നീന്താനായിട്ടുള്ള ശ്രമം തുടരുക. അവിടെ കുത്തി നിന്ന് വീഴും. പക്ഷെ നമ്മൾ വീണൊന്നൊരു മൈൻഡ് ആക്കുകയേ ചെയ്യരുത്. ആരെങ്കിലും കണ്ടു എന്ന് കരുതുമ്പോൾ മാത്രമേ നമുക്ക് കരച്ചിൽ വരത്തുള്ളൂ. ആരും കണ്ടില്ല എന്ന് കരുതിയാൽ നമുക്ക് ഒരു കരച്ചിലും വരത്തില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പിന്നെയും തുടരുന്നതായിരിക്കും. ഇത് വീഴുന്നത് കണ്ടിരുന്നുവെങ്കിൽ കരച്ചിൽ വന്നു പോയേനെ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. നല്ലപോലെ പുതച്ച് മൂടി കിടന്നങ്ങ് ഉറങ്ങുക. കട്ടിലേ കിടന്ന് ഉറങ്ങണ്ട. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ നീന്താൻ പ്രാക്ടീസ് ചെയ്താൽ ഉരുണ്ട് താഴെ വീഴും. അതുകൊണ്ട് എല്ലാവരും വിരിച്ച് താഴെ നല്ല രീതിയിൽ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നീന്താനായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.